അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിപ്പോൾ പാരായണം ചെയ്യുകയാണ്. അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അധ ഏകോനത്രിംശോऽധ്യായ. വ്യാസ ഉവാച. തദാ കർണ്യവചോ ദുഷ്ടം ജാനകീ ഭയവിഹ്വലാ വേപമാനാ സ്ഥിരം കൃത്വാ മനോ വാചമുവാചഃ. പൗലസ്ത്യ കിമസദ്വാക്യം ത്വമാധസ്മരമോഹിതാ നാഹം വൈ സ്വൈരിണീ കിന്തു ജനകസ്യ കുലോദ്ഭവാ. ഗച്ഛലങ്കാം ദശാസ്യ ത്വം രാമസ്ത്വാം വൈ ഹനിഷ്യതി. മൽകൃതേ മരണം തത്ര ഭവിഷ്യതി ന സംശയ. ഇത്യുക്ത്വാ പർണശാലായാം ഗതാ സാ വഹ്നിസന്നിധൗ. ഗച്ഛ ഗച്ഛേതി വദതി രാവണം ലോകരാവണം. സോധ കൃത്വാ നിജം രൂപം ജഗാമോടജമന്തികം. ബലാൽ ജഗ്രാഹതാം ബാലാം രുദതിം ഭയവിഹ്വലാം. രാമ രാമേതി ക്രന്ദന്തി ലക്ഷ്മണേതി മുഹുർമുഹു. ഗൃഹീത്വാ നിർഗതപാപോ രഥമാരോപ്യ സത്വര. ഗച്ഛന്നരുണപുത്രേണ മാർഗേ രുദ്ധോ ജടായുഷാ. സംഗ്രാമോ ഭൂന്മഹാരൗദ്രസ്തയോസ്തത്ര വനാന്തരേ. ഹത്വാ തം താം ഗൃഹീത്വാ ച
ഗതോസൗ രാക്ഷസാധിപ ലങ്കായാം ക്രന്ദതീ താത കുരരീവ ദുരാത്മനാ അശോകവനികായാം സാ സ്ഥാപിതാ രാക്ഷസീയുതാ സ്വവൃത്താന്നൈവ ചലിതാ സാമദാനാദിഭിः കില രാമോപി തം മൃഗം ഹത്വാ ജഗാമാദായ നിർവൃത ആയാന്തം ലക്ഷ്മണം വീക്ഷ്യ കിം കൃതം തേനുജാസമം ഏകാകിനീം പ്രിയാം ഹിത്വാ കിമർത്ഥം ത്വവിഹാഗതാ ശ്രുത്വാ സ്വനം തു പാപസ്യ രാഘവസ്ത്വബ്രവീദിദം സൗമിത്രിസ്ത്വബ്രവീദ്വാക്യം സീതാ വാഗ്ബാണപീഡിതാ പ്രഭോത്രാഹം സമായാത കാലയോഗാന്ന സംശയാ തദാ തൗ പർണശാലായാം ഗത്വാ വീക്ഷ്യാദിദുഃഖിതൗ ജാനക്യന്വേഷണേ യത്നമുഭൗ കർത്തും സമുദ്യതൗ. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയസ്കന്ധം 29-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസം പറഞ്ഞു, അതു കേട്ടു ജാനകിയോ ഭയപ്പെട്ടു എങ്കിലുമാ മനസ്സിനെ ഉറപ്പിച്ചു ഏവം പറഞ്ഞു, കാമപീഡിതനായി നീയും സജ്ജനഹിതമല്ലാത്ത വാക്കോതുന്നു വേശ്യയല്ല ജനകജന. ലങ്കയിലേക്കു മടങ്ങൂ, അല്ലെങ്കിൽ രാമൻ കൊന്നിടും. ഞാൻ നിമിത്തം നിനക്കു മരണവും തീർച്ച. പൊയ്ക്കോ പൊയ്ക്കോ എന്നു ചൊല്ലി സീതയോ ആശ്രമത്തിലെ ഗാർഹപത്യാഗ്നിയുടെ സമീപത്തു പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാവണൻ രാക്ഷസനായി പർണശാലയ്ക്കകത്തെത്തി കരയുന്ന അവളെയും കവർന്നെടുത്തു. രാമ രാമ ലക്ഷ്മണ എന്നു കരയുന്നവളെയോ രാവണനോ രഥത്തിങ്കലേറ്റി പാഞ്ഞു പോകുന്നേരം ജടായുവോ രഥത്തെ തടഞ്ഞ നേരം വനത്തിലോ അതിഘോര യുദ്ധം നടന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാക്ഷസൻ ജടായുവിനെ തോൽപ്പിച്ചു യാത്ര തുടർന്നു.
മാടപ്രാവു പോലുള്ളവളെയോ ലങ്കയിൽ അശോകവനിയിൽ രാക്ഷസിമാർക്കൊപ്പം പാർപ്പിച്ചല്ലോ. അവളുടെ നിശ്ചയം മാറ്റാൻ കഴിഞ്ഞില്ല. രാമനോ മൃഗത്തെ കൊന്ന് തിരിച്ചു വരുന്ന നേരം നേരെ വരും മനുജനെ കണ്ട സമയം. എന്താണെന്റെ സഹോദര ജാനകിയെ തനിച്ചാക്കി എന്തിനിങ്ങു വന്നു അതു ബുദ്ധിശൂന്യത. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഏകാകിനിയാം സീതയെ ആശ്രമത്തിൽ തനിച്ചാക്കി മായാവിതൻ വാക്കു കേട്ടു വന്നു വിഡ്ഢിത്തം. സീതയുടെ വാക്ഷരത്താൽ പീഡിതനായവൻ ചൊല്ലി കാലക്കേടുകൊണ്ടു തന്നെ ഇതും നിശ്ചയം. ആശ്രമത്തിൽ അന്വേഷിച്ചു തൻ പ്രിയയെ രാമദേവൻ, അവിടെയൊന്നും കണ്ടില്ല സീതാദേവിയെ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നാം ആരംഭിച്ചിട്ട് ഇന്ന് 310 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 29 അധ്യായം രാമവിലാപം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ അധ്യായത്തിലെ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഇവിടെ വേദവ്യാസം പറയുകയാണ്, രാവണന്റെ അനുരാഗ നിബദ്ധമായിരിക്കുന്ന വാക്കുകൾ, അതാണ് നമ്മൾ ഇന്നലെ പ്രഭാഷണത്തിലൂടെ അനുസ്മരിച്ചത്. അത് കേട്ട് സീതാദേവി പറയുന്നു, വ്യാസൻ പറഞ്ഞു തുടങ്ങുകയാണ്, തദാകർണ്യവചോ ദുഷ്ടം ജാനകി ഭയവിഹ്വല. ആ വാക്ക് കേട്ടപ്പോ ജാനകി ദേവി വല്ലാതെ ഭയപ്പെട്ടു എന്നാണ്. എന്നാൽ വേപമാനാ സ്ഥിരം കൃത്വ,
എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും മനസ്സിനെ അടക്കി. താൻ രാമപത്നിയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിനെ അടക്കാനും ഒതുക്കാനും വേണ്ടത് വേണ്ട പോലെ പറയാനും സാധിച്ചു അവിടെ. എങ്കിലും വേപമാനാസ്ഥിരം കൃത്വാ മനോ വാചം ഉവാച, ആരോട് പറഞ്ഞു? ദുഷ്ടനായ രാവണനോട് വാചമുവാചഹ, ഈ തരത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? പൗലസ്ത്യ കിമസദ്വാക്യം ത്വമാധസ്മരമോഹിതാം നാഹം വൈ സ്വൈരിണീ കിന്തു ജനകസ്യ കുലോദ്ഭവ. ഹേ പൗലസ്ത്യ, നീ ഇങ്ങനെ കാമാതുരനായി സ്മരപീഡിതനായി കാമദേവനാൽ പീഡിക്കപ്പെട്ടത് കൊണ്ടാണ് നീ ഇത്തരത്തിൽ പറയുന്നത്. ഇത് സജ്ജനങ്ങൾക്ക് ചേരാത്ത വാക്കാണ്. അത് നീ പറയുന്നു. ആരുടെ അടുത്ത്? എൻ്റെ അടുത്ത്. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്? ഞാൻ അത്തരത്തിലുള്ള ഒരു സ്വൈരിണിയല്ല. കണ്ണി കണ്ട ആളുകളുടെ മുഴുവൻ പിന്നാലെ പോകുന്ന ഒരു പെണ്ണല്ല ഞാൻ എന്നാണ്. പിന്നെയോ ഞാൻ ജനകകുലത്തിൽപ്പെട്ടവളാണ്. ജനകസ്യ കുലോദ്ഭവ, അതിൻ്റെ കേമത്വം കൂടിയുണ്ട്. ജന്മം കൊണ്ടും ഞാൻ ശ്രേഷ്ഠമായ കുലത്തിലാണ്. ഇത് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞങ്ങൾ പതിവ്രതകളാണ്, പാതിവൃത്യത്തെ അനുഷ്ഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഗച്ഛലങ്കാം ദശാസ്യത്വം, അതുകൊണ്ട് ദശാസ്യ 10 തലമുറകളുള്ള രാവണ, നീ ലങ്കയിലേക്ക് തിരിച്ചു പോ. രാമസ്ത്വം വൈ ഹനിഷ്യതി, അല്ലെങ്കിൽ രാമൻ വന്ന് നിന്നെ കൊല്ലും. ഏതായാലും മൽകൃതേ മരണം തത്ര ഭവിഷ്യതിന് സംശയ, ഞാൻ നിമിത്തം നിനക്ക് മരണം സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് എന്ന് പറയുക മാത്രമല്ല, ഇത്യുക്ത്വാ പർണശാലായാം ഗതാ സാ വഹ്നി സന്നിധൗ ഗച്ഛേതി വദതി രാവണം ലോകരാവണൻ, ലോകഭയങ്കരനായിരിക്കുന്ന ആ രാവണനോട് പറഞ്ഞു. ഗച്ഛേതി വദതി, പൂവൂ ഇവിടുന്ന് കടന്നു പോവൂ എന്ന് പറഞ്ഞും കൊണ്ട് നേരെ പർണശാലയ്ക്കുള്ളിലെ ആ ഗാർഹപത്യ അഗ്നി ഉണ്ട്, ആ അഗ്നികുണ്ഡത്തിന്റെ അടുത്തേക്ക് ചെന്നു. അഗ്നി സർവസാക്ഷിയാണ് അല്ലെ? ആ അഗ്നിയുടെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു ദേവി. സോധകൃത്വാ നിജം രൂപം, അപ്പോഴോ യഥാർത്ഥ സ്വരൂപം, നിജം രൂപം കൃത്വ, യഥാർത്ഥമായ രാക്ഷസഭാവം എടുത്തു. ജഗാമോടചമന്തികം, പർണശാലയുടെ അടുത്തേക്ക്, ആ അഗ്നിയുടെ അടുത്തേക്ക് വന്നു. ബലാൽ ജഗ്രാഹ താം ബാലാം രുതതീം ഭയവിഹ്വലാം, പരിഭ്രാന്തയായി ഉറക്കെ കരയുന്ന, പേടിച്ചു വിറയ്ക്കുന്ന ആ സീതയെ രാവണൻ ബലമായി പിടിച്ചെടുത്തു എന്നാണ്. ബലാൽ ജഗ്രാഹ. ഈ സമയത്തോ രാമരാമേതി ക്രന്ദന്തി, രാമ 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 എന്നുറക്കെ വിളിക്കണ്ടേ. ലക്ഷ്മണേതി മുഹുർമുഹു, ലക്ഷ്മണ എന്നും മുഹുർമുഹു വീണ്ടും വീണ്ടും വിളിക്കുന്നു. ഗൃഹീത്വാ നിർഗത പാപോ രഥമാരോപ്യ സത്വര, അങ്ങനെ നിലവിളിക്കുന്ന ആ ദേവിയെ രാവണൻ പിടിച്ച് അവിടെ ആ രഥത്തിലേക്ക് കയറ്റി അതിവേഗം അവിടുന്ന് സത്വരഹ, വളരെ വേഗം അവിടുന്ന് രക്ഷപ്പെടുന്നു. ഗച്ഛന്നരുണപുത്രേണ മാർഗേ രുദ്ധോ ജടായുഷ സംഗ്രാമോ ഭൂൻ മഹാരൗദ്രസ്പയോസ്തത്ര വനാന്തരേ. ആ പോകുന്ന വഴിക്ക് അരുണപുത്രനായ ജടായു രഥം തടഞ്ഞു. മാർഗേ രുദ്ധോ ജടായുഷ, പിന്നെയോ ആ വനത്തിനുള്ളിൽ വെച്ച് സംഗ്രാമോഭുൻ മഹാരൗദ്രസ്തയോസ്തത്ര വനാന്തരെ, വനത്തിനകത്ത് വെച്ച് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി. ഹത്വാ തം താം ഗൃഹീത്വാ ച ഗതോസൗ രാക്ഷസാധിപ, ആ ജടായുവിനെ കൊന്നിട്ട്, അല്ലെങ്കിൽ പ്രാണൻ മാത്രം അവശേഷിപ്പിച്ചിട്ട്, ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. പക്ഷികൾക്ക് ചിറകുകളാണ് രക്ഷ അല്ലേ? ആ പക്ഷി ശ്രേഷ്ഠനായിരിക്കുന്ന ജടായുവിൻ്റെ പക്ഷങ്ങൾ, 2 ചിറകുകളും മുറിച്ചു വീഴ്ത്തി. അതുകൊണ്ട് തന്നെ കൊന്നതിനു തുല്യമാണ്. കൊന്നു എന്നാണ്, പക്ഷെ ഇനി രാമൻ കാണുന്ന സമയത്താണ് മരണം സംഭവിക്കുക. ഏതായാലും ആ രാക്ഷസാധിപൻ അവിടുന്ന് ലങ്കായാം ക്രന്ദതീതാതാ കുലരീവ ദുരാത്മന, ഒരു മാടപ്രാവിനെ പോലെ കരയുന്ന, ആരോരുമില്ലാത്ത ആ സീതയെ ദുരാത്മാവായിരിക്കുന്നവൻ ലങ്കയിലേക്ക് കൊണ്ടുപോയി. ലങ്കയിലെ അശോകവനികായാം സ, ലങ്കയിൽ
എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അശോകവനികായാം, അശോകവനികയിൽ സാ സ്ഥാപിത രാക്ഷസീയുത, അവിടെ കൊണ്ടാക്കി രാക്ഷസിമാരുടെ മധ്യത്തിൽ അവിടെ പാർപ്പിച്ചു. സ്വവൃത്താന്നൈവ ചലിത സാമദാനാദിഭിക്കില. സാമം ദാനം ചതുരുപായങ്ങളാണല്ലേ, സാമം ദാനം ഭേദം ദണ്ഡം. അപ്പൊ ഈ രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. ആ ദണ്ഡമുറകൾക്കൊന്നും തന്നെ സ്വവൃത്താന്നൈവ ചലിത, തൻ്റെ തീരുമാനത്തിൽ നിന്ന് സീതയെ പിന്മാറ്റാൻ സാധിച്ചില്ല, വ്യതിചലിച്ചില്ല സീത. പിന്നെയോ രാമോപി തം മൃഗം ഹത്വാം, രാമനോ ആ മാനിനെ കൊന്നു. ജഗാമാദായ നിർവൃത, അതിനെയും കൊണ്ട് സന്തോഷത്തോടുകൂടി ആ നിർവൃതിയോടുകൂടി തിരിച്ചു വരുമ്പോ ആയാന്തം ലക്ഷ്മണം വീക്ഷ്യ, തൻ്റെ മുമ്പിലേക്ക് വരുന്ന ലക്ഷ്മണനെ കണ്ടിട്ട് കിം കൃതം തേനുജാസമം, എന്താണ് നീ ഇങ്ങനെ ബുദ്ധിശൂന്യത കാണിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഏകാകിനിം പ്രിയാം ഹിത്വാ കിമർത്ഥം ത്വമിഹാഗത, ഏകാകിനിയായിരിക്കുന്ന ആ പ്രിയയെ, ഏകാകിനിയായി അവളെ അവിടെ വിട്ടിട്ട്, പർണശാലയിൽ വിട്ടിട്ട്, കിമർത്ഥം ത്വമിഹാഗത, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ശ്രുത്വാ സ്വനം തു പാപസ്യ, ആ പാപിയായ മാരീചന്റെ വാക്ക് കേട്ടിട്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? രാഘവസ്ത്വബ്രവീദിതം എന്ന് രാമൻ ചോദിക്കുന്നു. സൗമിത്രിസ്ത്വബ്രവീദ്വാക്യം സീതാവാഗ്ബാണ പീഡിത പ്രഭോത്രാഹം സമായാത കാലയോഗാന്ന സംശയ. സീതയുടെ വാക്ഷരങ്ങൾ ലക്ഷ്മണന്റെ മനസ്സിനെ മുറിവേപ്പിച്ചിട്ടുണ്ട്. വളരെ വിഷമിച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, പ്രഭോ എന്നാണ് വിളിക്കുന്നത് തൻ്റെ ഏട്ടനെ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് കാരണം കാലക്കേട്, കാലത്തിന്റെ സങ്കല്പമാണ്, അതാണ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. തദാതൗ പർണശാലായാം ഗത്വാ വീക്ഷ്യാതി ദുഃഖിതൗ, കാലക്കേട് കൊണ്ട് ഞാനിവിടെ വന്നു എന്നേ പറഞ്ഞുള്ളൂ. തൻ്റെ ആ പ്രിയപ്പെട്ട മാതൃസ്വരൂപിണിയായ സീതയെക്കുറിച്ച് ഒരക്ഷരം പോലും തെറ്റായിട്ട് പറഞ്ഞില്ല. ഏതായാലും പർണശാലയിലെത്തി സീതയെ നോക്കണു. വീക്ഷ്യാതി ദുഃഖിതൗ ജാനക്യന്വേഷണേ യത്നമുഭൗ കർത്തും സമുദ്യതൗ, സീതയെ കാണാനില്ല. ഒട്ടും തന്നെ വൈകാതെ രണ്ടുപേരും കൂടി സീതയെ അന്വേഷിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നു. ജാനക്യ അന്വേഷണേ യത്നമുഭൗ കർത്തും സമുദ്യതൗ. അങ്ങനെ രാമലക്ഷ്മണന്മാര് സീതാന്വേഷണം ആരംഭിക്കുന്നു. ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ
ദൈവം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം
ശ്രീമഹാദേവ്യൈ നമഃ.